മക്കളെ, അങ്ങനെ ഇന്ന് നമ്മുടെ റീനീറ്റ് എക്സാം അവസാനിച്ചു. കുറച്ച് കാലമായി നമ്മളിതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങിയിട്ട്. പലരും ഒരു വർഷം എഫേർട്ട് എടുത്തവരുണ്ട്, 2 വർഷം, 3 വർഷം, ഇങ്ങനെയൊക്കെ എഫേർട്ട് എടുത്ത ഒരു കൂട്ടം കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന പല കുട്ടികളും ഹാപ്പി ആയിട്ടല്ല ഇറങ്ങി വന്നത്. കഴിഞ്ഞ 2026 നീറ്റ്, അതായത് നമ്മുടെ മെയ് 3-ാം തീയതി നടന്ന എക്സാം കഴിഞ്ഞപ്പോൾ എക്സാമിനേഷൻ ഹാളിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാമായിരുന്നു വളരെ സന്തോഷത്തോടുകൂടി ഇറങ്ങി വരുന്ന കുറേ മക്കൾ. ഇന്നത്തെ ദിവസം നമ്മൾ ആ കാഴ്ചയല്ല കണ്ടത്. ഏറ്റവും കൂടുതൽ മക്കൾ, നന്നായിട്ട് എഫേർട്ട് എടുത്ത കുട്ടികൾ പോലും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നൊരു അവസ്ഥയാണ് നമ്മളെല്ലാവരും കണ്ടത്. ഇതിലെനിക്ക് മക്കളോട് പറയാനുള്ളത്, 2025 നീറ്റ് കഴിഞ്ഞപ്പോഴും ഇതേപോലെ തന്നെ സ്റ്റക്കായിപ്പോയൊരു മൊമെൻ്റ് പല ആളുകളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അവർ എന്തിനു പറയണം, ഞാൻ പറയാം, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കേരള 7th റാങ്ക് ജിയാദ് 623 മാർക്കായിരുന്നു. ഈ ജിയാദിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ JPSലെ കഴിഞ്ഞ വർഷം കേരള 7th റാങ്ക് വന്നത് ജിയാദിലൂടെയായിരുന്നു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എക്സാം കഴിഞ്ഞപ്പോൾ അവിടെ 2-3 ഫ്ലോർ മുകളിലാണ് അവൻ എക്സാം എഴുതുന്നത്. അവിടുന്ന് ആ എക്സാം സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടിയാലോ എന്ന് വരെ ചിന്തിച്ചൊരു സമയം ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് 700ഓളം മാർക്കിന് മുകളിൽ വാങ്ങിക്കുമ്പോൾ ഒരു 623 മാർക്ക്, 600 അതിൻ്റെ മുന്നിലത്തെ എക്സാമിൽ 654 കട്ട് ഓഫ്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും അവൻ്റെ ഉള്ളിൽ വരുന്നൊരു ചിന്ത, 620 എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു മാർക്കാണ്, ഒരിക്കലും കിട്ടൂല. അപ്പം അങ്ങനെ വരെ ചിന്തിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ തന്നെ ഇപ്പോഴ് എന്താവുമെന്ന് ചിന്തിച്ചിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും ഒരു 550, ചിലപ്പോൾ ഒരു 570 റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കട്ട് ഓഫ് വരാൻ പോകുന്നത്. അതിൽ ചിലപ്പോൾ ഒരു +or-10 നമുക്ക് കാണാം. അതായത് ചിലപ്പോൾ ഒരു 550 ആ ഒരു റേഞ്ചിൽ, നമുക്കറിയില്ല. ഇനീഷ്യലി ഉള്ള ടീച്ചേഴ്സിൻ്റെ ഒക്കെ തന്നെ ഒരു നമ്മളെ JPS എന്നുള്ള ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു അഭിപ്രായത്തിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഒരു ഏകദേശം നമുക്കിനി മുന്നോട്ടേക്ക് അറിയാൻ പറ്റും ഓരോന്നും എന്താവും എന്താന്നൊക്കെ തന്നെ. പക്ഷേ ഇപ്പോഴ് നമുക്ക് തോന്നുന്നത് ആ ഒരു 550, 570 റേഞ്ചിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ കുറയാം. എക്സാമിൻ്റെ ടഫ്നെസ് എത്രത്തോളം കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ അത് കുറഞ്ഞേക്കാം. എന്തായാലും അതിന് മുകളിലേക്ക് ഒരു കട്ട് ഓഫ് പോകില്ല എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം നമ്മൾ കഴിഞ്ഞ നീറ്റ്, അതായത് റീനീറ്റ് അല്ല, നീറ്റ് 2026 നീറ്റിൽ 625 മാർക്കിന് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അഡ്മിഷൻ ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കുട്ടികളാണ്. പക്ഷേ ഫിസിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുട്ടികളെ ബുദ്ധിമുട്ടിച്ച്, അതായത് ഏറ്റവും സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അവർ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയേക്കുന്ന ഉത്തരങ്ങൾ പോലും പലർക്കും തെറ്റായിട്ട് മാറി. അതായത് കുട്ടികൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരുന്നില്ല. ഒരു 30-35 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആ കുട്ടിക്ക് അത്യാവശ്യം നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അവിടെ ഒരു 25 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്താൽ പോലും ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും നന്നായിട്ട് ചെയ്തൊരു കുട്ടിക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് വരാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബയോ നല്ല ഈസി പേപ്പർ തന്നെയായിരുന്നു. കൂടിപ്പോയാൽ 1-2 ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടിച്ചു എന്ന് പറയാം. പക്ഷേ കെമിസ്ട്രിയിൽ വരുമ്പോൾ കെമിസ്ട്രിയിൽ ഒരു 6-7 ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഫിസിക്സിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാതിയിലധികം ക്വസ്റ്റ്യൻസും മക്കളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻറ്റ്, ഫിസിക്സ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക്, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു IIT ലെവലിലൊക്കെ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതിനേക്കാളും സ്കോർ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നല്ലൊരു പേപ്പർ ആയിരുന്നില്ല ഫിസിക്സ്. എനിക്ക് പൊതുവേ പറയാനുള്ളൊരു കാര്യം, ഈ ഫിസിക്സ് പേപ്പർ കുട്ടികളെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചു. കെമിസ്ട്രി ഒരു ആവറേജ് ലെവലിൽ തന്നെ കുട്ടികൾക്ക് ഒരു മോഡറേറ്റ് പേപ്പർ എന്ന് പറയാം. ബയോളജി നല്ല ഈസി പേപ്പറായിരുന്നു. എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും കഴിഞ്ഞ നീറ്റിൽ നമ്മൾ കണ്ടേക്കുന്ന ഒരു മാർക്കിലേക്കൊന്നും തന്നെ ഈ പ്രാവശ്യം ഒരിക്കലും മക്കൾക്ക് എത്താൻ പറ്റില്ല. അത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു പേപ്പർ. 700 ഒക്കെ വാങ്ങിക്കാൻ നടന്ന ഒരിക്കലും നടക്കാത്തൊരു കാര്യമായിരിക്കും ഈ ഒരു പേപ്പറിൽ. ഒരു 680ക്കും ബിലോ ഉള്ള ഒരു ഹയസ്റ്റ് സ്കോർ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ള മക്കളോട്, നിങ്ങൾ ചിലപ്പോൾ എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത്, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സെൻറ്റേഴ്സിലാണെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ ഒരു 650, 680 ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒരു 570, 580 ആണെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക. നമുക്കിപ്പോഴും നമ്മുടെ ഉള്ളിൽ കീ നോക്കാൻ വരെ നമ്മൾ ടെൻഷനായിട്ടിരിക്കുക. സാരമില്ല, ഒരു ദിവസം കഴിഞ്ഞോട്ടെ. നിങ്ങൾ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക. കുറേ ആയില്ലേ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ആദ്യം നമ്മൾ വല്ലാതെ കൊതിപ്പിച്ചു. നമ്മൾ എന്താണോ സ്വപ്നം കണ്ടത് ആ മുന്നിൽ കൊണ്ടുവന്ന് തന്നിട്ട് അവസാനം നമ്മളോട് അങ്ങ് തട്ടി മാറ്റിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോഴും ഇല്ലയെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളെ വീണ്ടും കഷ്ടപ്പെടുത്തി. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ ആളുകൾ പാതി വഴിയിൽ ഈ സ്വപ്നം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്.
പിന്നും ഇതിലേക്ക് വന്നു ചേർന്നേക്കുന്ന ഒരു കൂട്ടം കുട്ടികളാണ് നിങ്ങളെപ്പോലുള്ളവർ. നിങ്ങളെടുത്ത എഫേർട്ട് എവിടെയും പോകില്ല. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് ഓക്കെ അല്ല. ഇപ്പോഴും നിങ്ങൾ വിഷമത്തോടു കൂടെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെടുത്ത ആ എഫേർട്ട് പോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഫിസിക്സിൽ നിങ്ങൾ എത്രയോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളായിരുന്നു. നിങ്ങൾക്ക് ആ വേണ്ടതുപോലെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എനിക്ക് മക്കളോട് പറയാനുള്ള, ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട സമയമല്ല. നിങ്ങൾ നാളെ ഒന്ന് രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒന്ന് കൂളായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീ ഒക്കെ വെച്ചിട്ടൊന്ന് നോക്കുക. ആൻസർ കീ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾ താഴെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ മക്കളൊന്ന് ജോയിൻ ചെയ്താൽ മതി. അങ്ങനെയാണ് ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ആൻസർ കീയും കാര്യങ്ങളും JPC തരും. മക്കൾ ടെൻഷൻ അടിക്കേണ്ട സമയമല്ല. ടെൻഷൻ അടിക്കാതെ കൂളായിട്ടിരിക്കുക. നിങ്ങൾ പഠിച്ചതൊന്നും എവിടെയും പോയിട്ടില്ല മക്കളെ. എന്തായാലും നിങ്ങൾ ഇപ്പോൾ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തായാലും ഈ പ്രാവശ്യം അഡ്മിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്കോറിലേക്ക് മക്കൾക്ക് ഉറപ്പായിട്ടും എത്താൻ പറ്റും. ടെൻഷൻ ആവാണ്ടിരിക്കുക. ഓക്കെ, ഫിസിക്സ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. 2025 നീറ്റ് കണ്ടതിലും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഫിസിക്സ് പേപ്പർ തന്നെയായിരുന്നു. അങ്ങനെ ആണെങ്കിൽ കൂളായിട്ടിരിക്കുക. ഒന്നും കൂടെ നാളെ നോക്കിയിട്ട് ആൻസർ കീ ഒക്കെ നോക്കുക. ഓക്കെ, ടെൻഷൻ ആവേണ്ട സമയമില്ല. നിങ്ങളിതിനെ ഫേസ് ചെയ്തത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇവിടെ നിങ്ങളോട് ചെയ്തത് നമ്മുടെ ഈ ഒരു NTA-യും ഈ ഒരു സിസ്റ്റവും ചെയ്തേക്കുന്നത് പക്ക കൊടും ചതി തന്നെയാണ്. നമ്മൾ അത്രയും ആഗ്രഹിച്ച് അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ മുന്നിൽ നമ്മൾ ആദ്യത്തെ എക്സാം എഴുതിയിട്ട് May 3 നല്ല സ്കോർ വാങ്ങിച്ച പല മക്കളും ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ കരയേണ്ട കുട്ടികളല്ല. ചിലപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവരുത്. ചിലപ്പോൾ നാളത്തെ ഏറ്റവും ടോപ്പ് സ്കോറിലേക്ക് നിങ്ങൾ എത്തിയേക്കാം. മക്കളെ, എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു മക്കളെ.